അങ്കിൾ കുളിച്ച് സുന്ദരനായിട്ട് വന്നിരിക്കുകയാണ്. അയ്യോ വേണ്ട മോളെ, മോക്ക് അങ്കിളൊരു സൂത്രം വാങ്ങിച്ചു തരാം. ആ പാവ. അയ്യോ വേണ്ട മോളെ, മോക്ക് മണ്ണ് വാരിട്ട മോക്ക് അങ്കിള് പാവ വാങ്ങിച്ചു തരില്ല. ഇന്ന് തന്നെ വാങ്ങിച്ചു തരാം. മോളിരിക്കാൻ വേഗം എവിടെയടി? കണ്ടില്ലേ? ഇങ്ങോട്ട് പിടിച്ചോണ്ട് വാടി. ബേബി ഇവിടെ വാ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഞാൻ വരില്ല. ജോണി കുട്ടി ഇങ്ങോട്ട് വിടൂ. ഓഹോ, അപ്പൊ എന്റെ പേര് മറന്നിട്ടില്ലല്ലേ? എന്തിനാശല്ല നമ്മൾ തമ്മിൽ? നിങ്ങളുടെ ലോഗ്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞങ്ങളുടെ കുട്ടിയെ ഇങ്ങനെ വിളിച്ചിരുത്തുന്നത് ശരിയല്ല. ഞാൻ വിളിച്ചതല്ല, അവൾ വന്നതാണ്. ഒരു കുട്ടി അടുത്തേക്ക് വരുമ്പോൾ തല്ലി ഓടിക്കാനുള്ള സംസ്കാരമൊന്നും എനിക്കില്ല. കുട്ടിയെ വിടാൻ ഞാൻ വിളിച്ചതല്ല, പറഞ്ഞു വിടാൻ സാധ്യമല്ല. വേണമെങ്കിൽ വന്ന് എടുത്തോണ്ട് പോയിക്കോളാം. ഓടിപ്പോയാലുണ്ടല്ലോ. കൊന്നുകളയും. ഹലോ, എനിക്ക് സ്റ്റെല്ലയുടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കാലാവസ്ഥ മോശം. അപ്പോ വേണ്ട. എന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എനിക്ക് സ്റ്റെല്ലയുടെ ഒരു ഫോട്ടോ തരാം. എന്റെ അടുത്തില്ല. എന്നാൽ എന്റെ ഒരു നല്ലൊരു പോസിലുള്ള ഒരു ഫോട്ടോ ഞാൻ സ്റ്റെല്ലയ്ക്ക് തരട്ടെ. വേണ്ട. സിസ്റ്റർ അൽഫോൻസ വലിയ വായനക്കാരിയാ. അമ്മച്ചി, എനിക്ക് മനസ്സമ്മതവും വേണ്ട, ഒന്നും വേണ്ട. എന്താടാ മോനെ, നാട്ടിൽ ചെന്ന ഉടനെ മനസ്സമ്മതം നിശ്ചയിച്ചിരിക്കല്ലയോ? വേണ്ട വേണ്ട, എനിക്കിപ്പോഴാ കാര്യം മനസ്സിലായത്. എന്താ മനസ്സിലായി? പ്രേമം. നിനക്കോ? അവൾക്ക്. നിന്നോടോ? എന്നോടല്ല അമ്മച്ചി, ജോണിയോട്. എനിക്ക് ഉടനെ കല്യാണം കഴിക്കണം. മനസ്സമ്മതം ചോദിക്കാതെ എങ്ങനെയാടാ മോനെ? മനസ്സമ്മതം ചോദിക്കാൻ ഒന്നുമില്ല അമ്മച്ചി, എനിക്ക് സ്റ്റെല്ലയെ ഉടനെ കെട്ടിച്ചേരണം. കാര്യം പറടാ മോനെ. അമ്മച്ചി, അവൾക്ക് ജോണിയായിട്ട് പ്രേമം. അമ്മച്ചി, അവന്റെ പടവും വെച്ചോണ്ട് അവള് നടക്കുന്നത്. അതാ അമ്മച്ചി, അവളവിടെ വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകത്തില് ജോണിയുടെ ഫോട്ടോ ഉണ്ട്. ഞാൻ കണ്ടു അമ്മച്ചി. അതുകൊണ്ട് അമ്മച്ചി, നാളെ തന്നെ എനിക്ക് അവളെ കല്യാണം കഴിച്ചു തന്നില്ലെങ്കിൽ ഞാൻ താടി മാർത്തി ബോംബയ്ക്ക് പോകും അമ്മച്ചി. കുഞ്ഞലി, നീ എന്നെ വന്നിട്ട് പോയി ചോദിക്കും. ചിട്ടിക്കാരൻ ഔസേപ്പിന്റെ കാര്യം എന്തിന്റെ കുറവാണെന്ന് നീ എന്നെ വന്നിട്ട് ചോദിക്കും.
മോളെ, എനിക്ക് രാഘവേ, ഇതൊക്കെ എടുത്തു വെക്കേ. അറിയേ എന്താ കുഞ്ഞല്ലേ? എന്താ പെമ്പിളേരോടായ അതൊക്കെ ഒതുക്കുമായിട്ട് വളർത്തണം. എന്താ കുഞ്ഞേലി? നിങ്ങളുടെ മോളെ എന്റെ മോന് കല്യാണം പറഞ്ഞുറച്ചതാണോ? ഇനി മാറ്റമില്ലല്ലോ. അങ്ങ് മാറിക്കോ. കല്യാണം നിശ്ചയിച്ചുറച്ചിട്ട് ശൃംഗരിക്കാൻ നടക്കുന്ന പെണ്ണിനെ ഞങ്ങൾക്ക് അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. എന്റെ മകളെ പറ്റി ഇല്ലാത്താണോ ചെന്ന് നോക്ക്. അവൾ എന്നും മണപ്പുറത്ത് പുസ്തകം വായിക്കാൻ പോയിരിക്കുന്നതേ പുസ്തകത്തിനകത്ത് ജോലിയുടെ പടം ഉണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കാനാ. എന്റെ പോലെ കുട്ടിയുള്ളതുകൊണ്ട് അവൻ കണ്ടുപിടിച്ചു. നിന്റെ പുസ്തകത്തിൽ ഒരു പടം ഉണ്ടായിരുന്നു. ഉണ്ട്. എവിടെ? ക്രിസ്തുവിന്റെ ഫോട്ടോ. ഇതെങ്ങനെ? അയ്യോ പറ്റി ഞാൻ അറിഞ്ഞതല്ല. അയ്യോ അമ്മച്ചി എന്നെ കൊണ്ടറിയില്ല. അയ്യോ അയ്യോ എന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ല്. ഫോട്ടോ പുസ്തകത്തിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. പുസ്തകത്തിനകത്ത് ഫോട്ടോ കാണിച്ചു തരുമോ? ഇവള് ആള് ഭയങ്കരിയാണ്. ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അവർക്കൊരു ഭാവമാറ്റം കൂടെ ഇല്ലായിരുന്നു. കള്ളി. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ സ്നേഹമല്ല അമ്മച്ചി. അയ്യോ ഇത് കണ്ടോ? നിങ്ങളുടെ മോക്ക് ജോലിയുമായിട്ട് സ്നേഹമാണെന്ന് അവന്റെ ഫോട്ടോ ഇങ്ങോട്ടാ നടപ്പ്. ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഒന്ന് പുഴയിൽ താത്തു. മനസ്സിലാക്കിക്കോ. ക്ഷാമം കിട്ടിയവളെ. എന്തിനാ മക്കളെ ഇങ്ങനെ നോക്കി നിക്കണത്? അമ്മയ്ക്ക് എന്തിനു ഇതൊക്കെ തിരക്കുന്നു? അമ്മച്ചി പോയിരുന്നു കൊന്ത എത്തിക്കാൻ. അയ്യോ എല്ലാം അറിയും വേണം, ചെവിയും കേൾക്കില്ല. പോയി കിടക്ക്. ഈ ജോണി എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇനി വരട്ടെ അവൻ. വന്നിട്ട് അവന്റെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുന്നു. കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവന്റെ ഫോട്ടോ അവൾക്ക് കൊടുത്തു. അവളത് വാങ്ങിച്ചു. എന്താ അവനെ കണ്ടാ കൊള്ളില്ലേ? പഠിപ്പില്ലേ? പണമില്ലേ? ഈ കൊരങ്ങൻ ചാക്കോയെക്കാളും ഭേദമല്ലടി എന്റെ മകൻ. അവൻ ഇനി ചിലപ്പോ എഴുത്തും കൊടുത്തെന്ന് വരും. നീ നിന്റെ പാറ് നോക്കണം. Baby! No, Dolly! Tata! എവിടുന്നാടി? അവൻ ഇവിടെ കൂടി കൊണ്ടുവരുന്ന വഷളാക്കി.
ഞാനൊന്നും അറിഞ്ഞതല്ലോ. അയ്യോ ചേട്ടാ, അമ്മച്ചി. മോളെ. മോളെ. അവള് കല്യാണ പ്രായമായിരിക്കുന്ന പെണ്ണല്ലേ, നീ തല്ലിയ പാട് ചേരട്ട പോലല്ലയോ കവളത്ത് തെളുത്ത് കിടക്കുന്നത്. അമ്മച്ചി സ്റ്റെല്ല ബഹു മേടിക്കുകയാണ് അമ്മച്ചി. അതല്ലേ ഞാൻ അവളെ തന്നെ കെട്ടണമെന്ന് പറയുന്നത്. നീ അത് പറയണ്ട മോനെ, ആ പെണ്ണിനെ നമ്മുടെ കുടുംബത്തിലേക്ക് വേണ്ട. വേറൊരുത്ത സ്നേഹിക്കണ പെണ്ണ് നിനക്ക് എന്തിനാടാ മോനെ? ഈ അപ്പനും അമ്മച്ചി നാക്കെടുത്ത എരപ്പാളിത്തരെ പറയൂ. ഫോട്ടോ അവള് വാങ്ങിച്ചതായിരിക്കില്ല. എനിക്ക് ആ പൊന്നിനെ തന്നെ മതി. എടാ മോനെ, നീ ആ പെണ്ണിനെ കെട്ടിയാൽ മറ്റവൻ എന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്കൊരു അധിക ചെലവല്ലേ മോനെ? എന്നാ എന്നെ ആരെ കൊണ്ടെങ്കിലും ഒന്ന് കെട്ടിക്കേ. അതവൻ പറഞ്ഞത് ന്യായം. വേഗം വേണം. എനിക്ക് നിരാശയുണ്ട്. എന്റെ മനസ്സിന് വിഷമമുണ്ടാ പച്ച. കുറച്ചുകൂടെ സ്ത്രീധനം കൂടുതൽ കിട്ടുന്ന വല്ല പെമ്പിള്ളേർ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ മോനെ. എന്റെ കുഞ്ഞിന് ഇങ്ങനൊരു നിരാശ വന്നല്ലോ. ഞാൻ കാരണം സ്റ്റെല്ലയ്ക്ക് അടികൊള്ളേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾ കാരണമാകുന്നത് ഇങ്ങനെ. ബേബി മോൾ പുസ്തകം എടുത്തപ്പോൾ എനിക്ക് പിടിച്ചു വാങ്ങാമായിരുന്നു. എങ്കിൽ ഇതൊന്നും ഉണ്ടാകുകയില്ലായിരുന്നു. നിന്റെ കവളിൽ ഇപ്പോഴും മടിയുടെ പാടുണ്ട്. എനിക്കതിൽ വേദനയുണ്ട്. ക്ഷമിക്കണം. എന്തായിരുന്നു ഇവിടെ? ഞാൻ ഇതിൽ പോയപ്പോൾ ജോണി എന്നെ വിളിച്ചു. നിന്നു ഫോട്ടോ എന്റെ പുസ്തകത്തിലായ കാര്യം പറയുകയായിരുന്നു. സണ്ണി, ഒരു പുരുഷനൊന്ന് സംസാരിച്ചാൽ തകർന്നു പോകുന്നതാണോ തന്റെ സഹോദരിയുടെ മാനം? താൻ എന്റെ പെങ്ങളോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തന്റെ ഇഷ്ടം നോക്കിയല്ല എന്റെ പ്രവൃത്തി. എനിക്കിഷ്ടമുള്ളത് പറഞ്ഞു. അത് ആരോടും പറയും, എവിടെയും പറയും. ഇവൻ പറയുന്നേക്കാൻ നീ എന്നെ എന്റെ സഹോദരൻ എന്നെ ശാസിക്കുന്നതിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാൻ സമയത്ത് പിടിച്ചില്ലായിരുന്നേ കുഞ്ഞേലിയാമ്മ ഇപ്പൊ വെള്ളത്തിൽ കിടന്നേനെ. അത് പോട്ടെ, തുള്ളിച്ചാടി എവിടെ പോയിട്ട് വരുന്നു? ഞാൻ എന്റെ ചാക്കോടെ അപ്പനെ തിരക്കി പോയി. തനിക്കെന്ത് വേണം അറിഞ്ഞോട്ടെ? അല്ലല്ല, കറുത്തവാവിന് പശുക്കളാവും മാലയാവും നടക്കുന്നതുള്ള ആ നടപ്പ് കണ്ടങ്ങ് ചോദിച്ചു പോയതാ. എടാ ലാസറേ, നീ സൂക്ഷിച്ചു വേണം ഈ കുഞ്ഞലിയോട് സംസാരിക്കാൻ. നീ നിന്റെ മുതലാളിയുടെ വീടുമായിട്ട് ഒരിടപാടും ഞങ്ങൾക്ക് വേണ്ട. എന്നാലും എന്റെ കുഞ്ഞേലിയാമ്മ, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ സ്റ്റെല്ല കുഞ്ഞിന് തല്ലി മേടിച്ചു കൊടുത്തല്ലോ. കൊല്ലേണ്ടതാണ് അവളെ. ഏതായാലും ആ പെണ്ണിനെ എന്റെ മോന് വേണ്ട. കുഞ്ഞേലിയാമ്മ പുറകോട്ട് നോക്കിയേ. അതല്ല 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 പഴയ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കാന്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചില്ല. അത് സമ്മതിച്ചു. എഴുത്തും വാങ്ങിച്ചിട്ടില്ല. അതേ, അക്ഷരം അറിയാൻ വയ്യാത്തോണ്ട്. അറിയാമെങ്കിലും വാങ്ങിക്കില്ല. എങ്കിലും ഒന്ന് തന്നു നോക്ക്. എനിക്ക് എഴുത്തറിയാൻ വയ്യാലോ കുഞ്ഞേലിയാമ്മേ, അല്ലെങ്കിൽ ഞാൻ തരുവായിരുന്നു. ഞാൻ മാനം മര്യാദയായിട്ട് തന്നെ വളർന്നിട്ടുള്ളത്. പിന്നെ ആണോ മാനം മര്യാദയായിട്ട് തന്നെയാ വലുതായിട്ടുള്ളത്. കല്യാണത്തിന് 2-3 ദിവസം വീട്ടിലില്ലായിരുന്നു. പിന്നെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതായിരിക്കും. അത് ഞാൻ പോന്നില്ല, എന്റെ മാവിയുടെ വീട്ടിൽ പോയതാ. പിന്നെ അടുവ് പോലീസ് സ്റ്റേഷനിൽ നിന്നാ കുഞ്ഞേലിയാമ്മ വിളിച്ചിറക്കിണ്ടോന്ന് ഏത് കടോറന്മാരാ പറഞ്ഞത്? പോടാ അവിടുന്ന്. കളിച്ചു വെച്ചും കുഞ്ഞേലിയുടെ കയറി കളിക്കുന്നു.